ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരു ഇൻഷോട്ട് എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഇങ്ങനെ കാണിക്കുന്ന 3 ഓപ്ഷൻസ് കാണും. അതിൽ വീഡിയോ ഞെക്കിയിട്ട് ന്യൂ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അതിൽ മുകളിൽ ഇങ്ങനെ വീഡിയോ, ഫോട്ടോസ്, ഓൾ കാണും. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏത് വീഡിയോസ് ആയിരിക്കുമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവിടെ കാണും. ടെക്സ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ സ്റ്റിക്കേഴ്സും പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ സ്റ്റിക്കേഴ്സും ഒക്കെ ഓരോ സെലക്ഷൻസ് ഇവിടെ കാണും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വോയിസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇതും കാണും. അപ്പം നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് ടൂൾസ് വേണ്ടതെന്ന് ഇവിടെ നമ്മുടെ ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഓരോന്നും മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് അത് അപ്ലൈ ചെയ്യാം. കുറച്ചുണ്ട് നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഉണ്ട്, ഡിലീറ്റ് ആക്കുന്നതിൻ്റെ ഉണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്തെങ്കിലും വോളിയം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചിട്ട് നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ ഓരോ ഫീച്ചേഴ്സും ഈ ഇൻഷോട്ട് എന്നെപ്പോലുള്ള ബിഗിനേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു, ഞാനും ഇതൊക്കെ ചെയ്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. എന്നാലും എന്നെപ്പോലെ അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷം അത് നമുക്ക് സേവ് ചെയ്യാം. വീഡിയോ, ഫോട്ടോ എന്നുള്ള അതിൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം അത് നേരെ പോവുക ഇങ്ങനൊരു പിക്ചറിലോട്ടായിരിക്കും. അവിടോട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു പിക്ചറുണ്ട്. നമുക്ക് എങ്ങോട്ടാണ് അയക്കേണ്ടത് അങ്ങോട്ട് ചെയ്യാം. അവിടെ അപ്പം നമുക്കതിൽ ഏത് റെസൊല്യൂഷനാണോ നമുക്കത് സെലക്ട് ചെയ്യാം. സാധാരണ വീഡിയോ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ടല്ലോ, 720p അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ക്വാളിറ്റിയുടെ അനുസരിച്ച് അത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് സേവ് ചെയ്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.